ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 ബയോ സയൻസിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, പിന്നെ ഡിഫിക്കൽറ്റി ലെവൽ അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജി, ഇംഗ്ലീഷ്, പിന്നെ ഗ്രാമർ, പിന്നെ ട്യൂഷന് പോകുന്നുണ്ടോ എന്നൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ എക്സാമിൻ്റെ പാറ്റേൺ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിലേക്ക് ബയോളജിയുടെ ഒക്കെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബോട്ടണി, സുവോളജിക്ക് 2 ബുക്കാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, പക്ഷേ 2 എക്സാമാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്കിപ്പോൾ പബ്ലിക് എക്സാമിനാണെങ്കിലും 2 മെയിൻ ഷീറ്റാണ് നമുക്ക് തരുന്നത്. മെയിൻ ബുക്ക്ലെറ്റാണ് തരുന്നത്. അതിൽ 2ലും നമ്മൾ സുവോളജി, ബോട്ടണി എന്ന് എഴുതി തന്നെയാണ് എക്സാം എഴുതുന്നത്. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ഒന്നാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാണ്. അതിൽ 2 സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ബോട്ടണിയാണ് ഫസ്റ്റ് എഴുതുന്നതൊക്കെ. ബോട്ടണിയാണ് നമുക്ക് എക്സാമിനാണെങ്കിലും നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിലും ഫസ്റ്റ് ഉള്ള ചാപ്റ്റേഴ്സ് വരുന്നതൊക്കെ ബോട്ടണി ആയിരിക്കും. പിന്നെ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാൻ ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സംഭവമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ചാപ്റ്റർ വരുന്നുള്ളത്. അപ്പോൾ ബയോളജിയിൽ പറയുകയാണെങ്കിൽ ബോട്ടണിയിൽ 9 ചാപ്റ്ററും സുവോളജിയിൽ നമുക്ക് 10 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അങ്ങനെ 19 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിന് ഞങ്ങൾക്ക് ഒരു 2-3 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല എക്സാം ആയിരുന്നു. പിന്നെ ഇപ്പം കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് വായിക്കാതെ നമുക്ക് ബോട്ടണി, സുവോളജി പറ്റത്തില്ല. കാരണം ടെക്സ്റ്റ് വായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലോട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ടെക്സ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ബോട്ടണി, സുവോളജി. അത് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മോഡൽ എക്സാമിന് കയറി ബോട്ടണി പാടായിട്ടുണ്ടായിരുന്നു. ബോട്ടണി കുറച്ച് ടഫായിട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പേടിച്ചാണ് പോയത് പബ്ലിക് എക്സാമിന്. പക്ഷേ ബോട്ടണിയിലും സുവോളജിയിലും ഏകദേശം ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം ഒരു ലെവലിനൊക്കെ പഠിച്ചു പോയവർക്ക് ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതി നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ബോട്ടണിയുടെ എക്സാം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങളെ ചതിച്ചത് കെമിസ്ട്രി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തൊക്കെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിക്കും, എന്ത് ചോദിക്കത്തില്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ചാപ്റ്റർ കണ്ടിട്ട് അതൊന്നും അങ്ങനെ അധികം ചോദിക്കാറില്ലല്ലോ, പ്രീവിയസ് ഇയറിൽ അതൊന്നും അല്ലല്ലോ അധികം ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് നമ്മളതൊന്നും ചിലപ്പോൾ നോക്കാതെ പോകും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എങ്കിലും കുറേയൊക്കെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ വേറൊരു ഇത് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരെ സംബന്ധിച്ച് ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ എക്സാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല വേറൊരു +1 സ്റ്റുഡൻറ്റ് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ മിക്ക കാര്യങ്ങളിലും കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10നേക്കാളിലും കുറച്ചുകൂടെ കൂടിയ ലെവലിലാണ് നമ്മൾ +1 പഠിക്കുന്നുള്ളത്. അതുപോലെയാണ് എക്സാംസും വരുന്നുള്ളത്. സബ്ജക്റ്റ് 60 മാർക്കിലാണ് വരുന്നുള്ളത്. ഈ ഹിന്ദി, ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് 80 മാർക്ക് വരുന്നുള്ളൂ. പിന്നെ സി മാർക്കോട് ചേർത്തിട്ടാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് നമുക്ക് 80 മാർക്കിനും ഇംഗ്ലീഷും ഹിന്ദിയും 100 മാർക്കിന് വരുന്നുള്ളൂ. അപ്പോൾ മൊത്തം നമുക്ക് 520 മാർക്കിനാണ് +1 എക്സാം വരുന്നത്. പിന്നെ +1 നമ്മളെ കൊണ്ട് പ്രാക്ടിക്കൽസ് ഒന്നും ചെയ്യിപ്പിക്കാറില്ല. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് റെക്കോർഡ് എഴുതാനും പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ +2ലാണ്. +1 നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് +1 എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു ക്ലാസ് ആണ് നമുക്ക് +1. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്യൂഷന് പോയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു. +1 ഇനിയിപ്പം ഞാൻ സ്വന്തമായിട്ടൊക്കെ പഠിച്ചോളാം, ഞാൻ ഇനി അവിടെ ട്യൂഷനൊന്നും പോകുന്നില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നത് പിന്നെ യൂട്യൂബിൽ ക്ലാസ്സസ് ഒക്കെ നമുക്ക് അറിയാത്തത് ഒക്കെ നോക്കിയിട്ട് വീട്ടിലിരുന്നുള്ള പഠിത്തം മതി, ഇനി ട്യൂഷന് പോയുള്ള പഠിത്തം ഇല്ലാന്ന് ഞാൻ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചാണ്. എനിക്ക് പിന്നെ ട്യൂഷൻ പോകുന്നതിനോടുള്ള ഇൻട്രസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ ട്യൂഷനൊന്നും പോയിട്ടില്ല. സ്കൂളിലതും പിന്നെ യൂട്യൂബ് ഏതൊക്കെ ക്ലാസ്സാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ സൈലത്തിൻ്റെ ക്ലാസ് കാണും, എക്സാമിനറിൻ്റെ കാണും. പിന്നെ എക്സാമിനറിൻ്റെ സൈലത്തിൻ്റെയാണ് ഞാൻ മെയിനായിട്ട് ക്ലാസ് നോക്കുന്നുള്ളത്. അത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ എക്സാമിനറിൻ്റെ ഒന്നും അധികം നോക്കുന്നില്ല. പക്ഷേ +1 ആയപ്പോഴത്തേക്കും ഫിസിക്സ് ഞാൻ എക്സാമിനറിൻ്റെ നോക്കുന്നുണ്ട്. ഫിസിക്സ് എക്സാമിനർ തന്നെയാണ് എനിക്ക് തോന്നുന്നു, എക്സാമിനറിനാണ് കുറച്ചുകൂടെ നമുക്ക് ഇതായിട്ടുള്ളത്. അതിനകത്ത് അലക്സാറിൻ്റെ ക്ലാസ്സാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഫിസിക്സ് നോക്കുന്നുണ്ട്. സൈലത്തിലെ NK സാറിൻ്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. NK സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അലക്സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോർമലി +1 എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും കണ്ടത് അലക്സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. NK സാറിൻ്റെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ചാപ്റ്റേഴ്സ് കണ്ടിട്ടുള്ളത് അലക്സാറിൻ്റെ ക്ലാസ്. പിന്നെ ബയോളജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അർച്ചന മിസ്സിൻ്റെ ക്ലാസ് തന്നെയാണ്. അർച്ചന മിസ്സിൻ്റെ ക്ലാസ് കണ്ടാണ് ബയോളജി പഠിച്ചത്. അർച്ചന മിസ് ഉണ്ട്, പിന്നെ ATR മിസ് ഉണ്ട്, അങ്ങനെ കുറച്ച് മിസ് ഉണ്ട്. അതേറെയൊക്കെ ക്ലാസ് കണ്ടിട്ടാണ് പഠിച്ചത്. പിന്നെ നമ്മുടെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൂഫ് സാറുണ്ട്. പിന്നെ സൈലത്തിലാണ് ഞാൻ മാത്സ് കൂടുതലും സൈലത്തിലെ സാർ തന്നെയാണ്. മാത്സ് ഞാൻ അങ്ങനെ എക്സാമിനർ നോക്കാറില്ല. എനിക്ക് സൈലമാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കത് ഫൂഫ് സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹിന്ദി അങ്ങനെ പൊതുവേ ക്ലാസ് കാണുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മുടെ ബാബു സാറിൻ്റെ, അത് സൈലത്തിലെ ബാബു സാറാണ്. അപ്പോൾ സൈലത്തിലെ സാറിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. പിന്നെ ഞാൻ ചിലപ്പോൾ നോട്ടോ അല്ലെങ്കിൽ അല്ലാതെ ക്ലാസ് ആയിട്ട് അങ്ങനെ കാണാറില്ല എക്സാമിനർ ഹിന്ദിക്കൊന്നും. പിന്നെ ഇംഗ്ലീഷും ഞാനാണെങ്കിൽ സൈലത്തിൽ നാച്ചു സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കാണുന്നത്. ഇംഗ്ലീഷിന് വേറെ ക്ലാസ് ഇന്നേ വരെ തപ്പിയിട്ട് പോലില്ല ഇംഗ്ലീഷിന്. പിന്നെ വേറെ ഏതാ, കെമിസ്ട്രി ദാസേട്ടൻ്റെ ക്ലാസ് തന്നെയാണ് കാണുന്നത്. അത് വിട്ടൊരു കളിയില്ല നമുക്ക് കെമിസ്ട്രി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ സമയപ്പോഴത്തേക്കും എക്സാമിൻ്റെ ഒരു ലൈവ് കാണുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ആ ഒരു ലൈവ് കാണുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എനിക്ക് ആ ഓർഗാനിക് കെമിസ്ട്രി കുറച്ചുകൂടി ഇതാവുന്ന പോലെ ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ എക്സാമിനൊക്കെ മുന്നേ ആ ലൈവൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ടൊക്കെയായിരുന്നു പോയത്. ആ സാറിൻ്റെ പേര് എനിക്ക് നല്ലോണം ഓർമ്മയില്ല, അതാണ് പ്രശ്നം. ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ
മാർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്സും കെമിസ്ട്രി മാർക്കിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഒരു ഇത് A+ കിട്ടി, അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടി തന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് പക്ഷേ ഓൺ എക്സാം ഒക്കെ സ്കൂളുകാർ ഇടുന്നതുകൊണ്ടായിരിക്കും ഓൺ എക്സാമിനൊക്കെ നല്ലോണം മാർക്കുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് എക്സാം വന്നപ്പോഴാണ് മാത്സിൻ്റെ എക്സാം ടഫ്. പിന്നെ കെമിസ്ട്രിയും എന്നെ സംബന്ധിച്ച് കുറച്ച് ഇതായിരുന്നു. അങ്ങനെ അതാണ് എനിക്ക് ക്രിസ്മസ് എക്സാമിനെ പറ്റിയിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് നോട്ട് ഒക്കെ തരാറുണ്ട്, അല്ലാതെ പ്രിന്റഡ് നോട്ട് അങ്ങനെ തരാറില്ല. കൂടുതലും ടീച്ചേഴ്സ് തന്നെ പറയുന്ന നോട്ടാണ്. പ്രത്യേകിച്ച് പിന്നെ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് +1 ഇംഗ്ലീഷിൻ്റെ എക്സാമിന് കുറേ അബദ്ധങ്ങൾ പറ്റിയൊരു എക്സാം ആയിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു വെക്കുമെങ്കിൽ മനസ്സിലായിരിക്കും. അപ്പോഴേ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയതാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഗ്രാമറിലും അല്ലാതൊക്കെയാണ് എനിക്ക് കുറച്ച് പോയത്. പിന്നെ 1 വേർഡൊക്കെ നന്നായി ടെക്സ്റ്റ് വായിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അതൊക്കെയാണ് ഇംഗ്ലീഷിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇംഗ്ലീഷിനെ കുറിച്ച് നമ്മൾ 9ലും 10ലും ഒക്കെ എക്സാം എഴുതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാം. പക്ഷെ നമുക്ക് 10ൽ അത്രയും രീതിക്ക് നമുക്ക് ഗ്രാമർ ചോദിക്കുന്നില്ല. +1 ഗ്രാമർ കുറച്ചേ ചോദിക്കത്തുള്ളൂ. റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ ചോദിച്ചില്ല ആ ഒരു സ്ഥിതിയാണ് +1. അത് മാത്രമല്ല ഓപ്ഷനായിട്ട് ചോദിക്കത്തുള്ളൂ. നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മാർക്കിന് നമ്മൾ 25ആണോ 24ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് 30 എത്ര കണ്ടാണ് 10ൽ 30 എത്ര മാർക്കിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും മാർക്കിന് നമുക്ക് എന്ത് ചോദിക്കുമായിരുന്നു, ഗ്രാമർ ചോദിക്കുക. അത് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് +1 ഓപ്ഷനായിട്ടായിരിക്കും ഒന്നാമത് ചോദിക്കുക. പിന്നെ ചോദിക്കാനുള്ള ചാൻസ് ഇല്ലാതിരിക്കാനുള്ള ചാൻസ് ഈക്വലാണ്. പിന്നെ നമ്മൾ ഇതായി എഫേർട്ടിട്ട് പഠിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ടൊക്കെ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10ലെ പോലൊന്നും അല്ല. നമുക്ക് +1 പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട് എക്സാമിൻ്റെ ഇടയ്ക്ക്. ഇന്ന് കരുതി അവസാന നിമിഷം കൊണ്ട് മൊത്തം ഒന്ന് പഠിച്ചെടുക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് നന്നായിട്ട് ഗ്യാപ്പ് കുറവായിരിക്കും. ഞങ്ങൾക്ക് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൻ്റെ എക്സാം എന്നൊക്കെ പറയുന്നത് നമ്മൾ പേടിച്ച് പോയി എഴുതിയതാണ്. പക്ഷേ എക്സാം എളുപ്പമായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് കുറവായിരുന്നു. അതിനൊക്കെ ഗ്യാപ്പ് കുറവായതുകൊണ്ട് സിമ്പിളായിട്ട് ചോദിക്കുന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ടഫായിട്ട് ചോദിച്ചേക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തൊട്ടേ എല്ലാവരും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒന്നുമില്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം അങ്ങനെയുള്ളതിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരുവിധം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കാരണം അതൊക്കെ നമുക്ക് പഠിക്കുന്നത് പിന്നെ നമുക്ക് പബ്ലിക് എക്സാം എഴുതുമ്പോൾ അത് പിന്നെ കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്പായിട്ട് ഫീൽ ചെയ്യും. കാരണം അന്നേരം പഠിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മെമ്മറിയിൽ അത് കാണും. പിന്നെ നമ്മൾ ഒന്നുകൂടെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡിൽ പഠിച്ചു പോകാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവസാന നിമിഷത്തേക്കുള്ളത് നന്നായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ ഓൺലൈൻ എക്സാമിൻ്റെ ടൈമിലെങ്കിലും എങ്ങനെയും കറക്റ്റായിട്ട് പോർഷൻസ് കവർ ചെയ്തിട്ട് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഗ്യാപ്പിൽ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും കിട്ടുന്നത്. +2കാർക്ക് ഇപ്പോൾ നല്ല പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അത് കാരണം ഞാനൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്. കാരണം നമുക്കറിയില്ല നമ്മളിനി +2 പഠിക്കാൻ പോകുന്നതിനുള്ളിൽ നമുക്ക് എന്തൊക്കെ പണികളാണ് വരുന്നതെന്നുള്ള അറിഞ്ഞൂടാ എന്താണെങ്കിലും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടത് ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുമെങ്കിലും കുറച്ചൊക്കെ ടെൻഷൻ കാണും. കാരണം +1 നമ്മൾ എഴുതാൻ പോകുന്നൊരു പബ്ലിക് എക്സാം ആണല്ലോ. അതിൻ്റെതായ ടെൻഷൻ നമുക്ക് എന്തായാലും കാണും. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ +1 കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ +1 വേറെ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി അറിയാൻ താല്പര്യമുള്ളത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ +1 കുറിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കുറേ റെക്കോർഡിൻ്റെ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.